കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ സ്ക്വയർ ഫിറ്റിംഗ്, ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിങ്ങിൽ യൂസ് ചെയ്ത പോലെ തന്നെ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് അല്ലെങ്കിൽ എറേഴ്സിന്റെ സ്ക്വയർ നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ കുറച്ച് എക്സ്ട്രാ ടേംസ് കൂടെ ഒക്കെ യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നോക്കിക്കേ, the chi-square is equal to sigma j equal to 1 to n yj minus y into tj a etc. by delta yj the whole square. ഇവിടെ നോക്കിയാൽ ഒരു എക്സ്ട്രാ ടേം ഡെൽറ്റ വൈ ജെ എന്ന് പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഡെൽറ്റ വൈ ജെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ആർ ദ പോയിന്റ്സ് വിത്ത് സം സ്മോൾ മെഷർമെന്റ്സ്. സ്മോൾ മെഷർമെന്റ്സ് ഉള്ള പോയിന്റ്സ് ആണ്, അതിന്റെ സമ്മാണ്, അല്ലെങ്കിൽ അതെല്ലാം കൂടി ചേർത്തുള്ളതാണ് ഡെൽറ്റ വൈ ജെ എന്ന് പറയുന്നത്. ഈ ഒരു ഡെൽറ്റ വൈ ജെയും കൂടി നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിങ്ങിൽ എറേഴ്സിന്റെ സ്ക്വയറിന് നമ്മൾ വെയിറ്റേജ് കൊടുത്തിട്ടായിരുന്നു പറഞ്ഞത്. അതേപോലെ തന്നെയാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷനിലും എറേഴ്സിന്റെ സ്ക്വയേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ഡീവിയേഷൻസ് കൺസിഡർ ചെയ്യുന്നു. അതുകൂടാതെ എന്താണ്, പോയിന്റ്സ് വിത്ത് സ്മോൾ മെഷർമെന്റ്സും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ എൻ എന്ന് പറഞ്ഞ ടേമില്ലേ, ഇവിടുത്തെ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോയിന്റ്സ് ആണ്. അതേപോലെ തന്നെ എ പോലെയുള്ള പാരാമീറ്റേഴ്സ്, എ അതുകൊണ്ട് തന്നെ പല പാരാമീറ്റേഴ്സും വരുന്നുള്ള ആ പാരാമീറ്റേഴ്സിന്റെ നമ്പർ അതിനെ സ്മോൾ ആർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇൻ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ വി കൺസിഡർ സം റാൻഡം വേരിയബിൾ. നമ്മളൊരു റാൻഡം വേരിയബിൾ കൈ കൺസിഡർ ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, സ്റ്റാൻഡേർഡ് ഇൻഡിപെൻഡന്റും ആണ്, നോർമലി ഡിസ്ട്രിബ്യൂട്ടഡും ആണ് ഈ ഒരു റാൻഡം വേരിയബിൾ എന്ന് പറയുന്നത്. ഇതിന്റെ മീൻ വാല്യൂ ഈസ് 0. മീൻ വാല്യൂ 0യും വേരിയൻസ് അല്ലെങ്കിൽ സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 1 ആണ്. മീൻ വാല്യൂ 0യും വേരിയൻസ് 1ഉം ആണ്. അപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ എടുത്തു, അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, സ്റ്റാൻഡേർഡ് ഇൻഡിപെൻഡന്റും ആണ്. അതിൻ്റെ മീൻ വാല്യൂ 0യും വേരിയൻസ് സിഗ്മ സ്ക്വയർ എന്ന് പറയുന്നത് 1ഉം ആണ്. അങ്ങനെയുള്ള ഒരു വേരിയബിളിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് y ഈക്വൽ ടു കൈ സ്ക്വയർ എന്നുള്ളതാണ് അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി. അപ്പോൾ നമ്മളൊരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്തു. അതിന്റെ പ്രത്യേകത വെച്ചാൽ അത് നോർമലി ഡിസ്ട്രിബ്യൂട്ടഡും സ്റ്റാൻഡേർഡ് ഇൻഡിപെൻഡന്റും ആണ്, മീൻ വാല്യൂ 0യും വേരിയൻസ് 1ഉം ആണ്. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് y ഈക്വൽ ടു കൈ സ്ക്വയറിനാണ്. അങ്ങനെ നമ്മുടെ റാൻഡം വേരിയബിൾ ആയിട്ടുള്ള കൈക്ക് ഒരു ഗോസ് നോർമൽ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അതിന്റെ ഫോർമുല എങ്ങനെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ f of x is equal to 1 by sigma root 2 pi into e raised to minus x square by 2a square. അങ്ങനെ ആയിരിക്കും നമ്മുടെ ഇക്വേഷൻ വരുന്നത്. അങ്ങനെ നമ്മുടെ വേരിയബിളിന് ഒരു ഗോസ് നോർമൽ ഡെൻസിറ്റി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ആണ് fx equal to 1 by sigma root 2 pi e raised to minus x square by 2a square. ഇവിടെ x എന്ന് പറയുന്നത് -∞ to +∞ വരെ വേരി ചെയ്യുന്നു. പിന്നെ if y less than or equal to 0, നമ്മുടെ ആദ്യത്തെ ഇക്വേഷനകത്ത് y 0-നേക്കാട്ടിലും ലെസ് ആണ് അല്ലെങ്കിൽ സീറോയുടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ 0 ആണ് എങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി y എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സ്മോൾ y എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് എങ്കിൽ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ക്യാപിറ്റൽ Y ഈക്വൽ ടു 0 ആണ്. പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ വരുന്നു? P ഓഫ് ക്യാപിറ്റൽ Y ലെസ് ദാൻ സ്മോൾ y ഈക്വൽ ടു P ഓഫ് ക്യാപിറ്റൽ Yയുടെ നമ്മുടെ ഇക്വേഷനിൽ നിന്നും നമുക്കറിയാം ക്യാപിറ്റൽ Y ഈക്വൽ ടു കൈ സ്ക്വയർ അല്ലേ പ്രോബബിലിറ്റി ഡെൻസിറ്റി. ദാറ്റ് ഈസ് P ഓഫ് കൈ സ്ക്വയർ ലെസ് ദാൻ y എന്ന് കിട്ടുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ P ഓഫ് -√y ലെസ് ദാൻ x ലെസ് ദാൻ √y ആണ്. ഇത് ഏത് കേസാണ്? y ഗ്രേറ്റർ ദാൻ 0. ആ ഒരു കേസിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എഴുതുവാണെങ്കിലോ py ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to y fx dx എന്ന് കിട്ടുന്നു. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത്? py ഈക്വൽ ടു ഇന്റഗ്രൽ -∞ to y fx dx. പിന്നെ നമുക്ക് കിട്ടുന്ന പുതിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി ആണ് g ഓഫ് y എന്ന് പറയുന്നത്.
അങ്ങനെ കിട്ടുന്ന ജി ഓഫ് വൈ എന്ന് പറയുന്നത് ജി ഓഫ് വൈ ഈക്വൽ ടു 1/σ√2xy e റൈസ് ടു -y/2a². അത് y ഗ്രേറ്റർ ദാൻ 0യുടെ കേസാണ് നമ്മൾ ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കിട്ടിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്തുവാണ്? ജി ഓഫ് വൈ ഈക്വൽ ടു 1/σ√2xy ഇൻറ്റു e റൈസ് ടു -y/2a². ഇതെന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു e റൈസ് ടു -y/2a²/√y നിയർലി ഈക്വൽ ആണ്. അതായത് നമുക്ക് നേരത്തെ കിട്ടിയ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ടല്ലോ, ജി ഓഫ് വൈ ഈക്വൽ ടു 1/σ√2xy ഇൻറ്റു e റൈസ് ടു -y/2a². അതെന്ന് പറയുന്നത് നിയർലി ഈക്വൽ ടു e റൈസ് ടു -y/2a²/√y. അതിന് നിയർലി ഈക്വൽ ആണ്. അതായത് ഈ ഇക്വേഷൻ വഴി നമുക്ക് ഓയിലേഴ്സ് ഇന്റഗ്രൽ ഓഫ് ഗാമ ഫംഗ്ഷനുമായിട്ട് ഈ ഇക്വേഷൻ സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇങ്ങനെയും എഴുതാൻ പറ്റും. ജി ഓഫ് വൈ ഈക്വൽ ടു y p ഇൻവേഴ്സ് ബൈ ഗാമ ഇൻറ്റു ഗാമ ഓഫ് p ഇൻറ്റു 2σ² p ഇൻറ്റു e റൈസ് ടു -y/2a². അപ്പോൾ നമ്മുടെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഈ ഒരു ഇക്വേഷനുമായിട്ട് നിയർലി ഈക്വൽ ആണ്. അതെന്ന് പറയുന്നത് നമ്മുടെ ഓയിലേഴ്സ് ഇന്റഗ്രൽ ഓഫ് ഗാമ ഫംഗ്ഷനുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഇങ്ങനെയും എഴുതാൻ സാധിക്കുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോബബിലിറ്റി ഡെൻസിറ്റി ആയിട്ടുള്ള ജി ഓഫ് വൈനെ പറയുന്ന പേരാണ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ. ഓയിലേഴ്സ് ഇന്റഗ്രൽ ഓഫ് ഗാമ ഫംഗ്ഷൻ വെച്ച് നമുക്കൊരു ഇക്വേഷൻ കിട്ടിയല്ലോ, അതിനെ നമുക്ക് ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കാം. ആ ഇക്വേഷനകത്ത് പിക്ക് നമ്മൾ 1/2 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ സോൾവ് ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. 1 - 2it σ² the whole raised to -12. അതെന്ന് പറയുന്നത് ഫൊറിയർ ട്രാൻസ്ഫോമിന് പ്രൊപ്പോർഷണൽ ആയിട്ട് കാണുന്ന ഒരു ടേമാണ്. ഇനി നമ്മൾ chi² ഡിസ്ട്രിബ്യൂഷനകത്ത് സം ഓഫ് സ്ക്വയേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ കുറേ അധികം തിയറംസ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. അതിനകത്ത് ഒരു തിയറമാണ് അഡീഷൻ തിയറം. അഡീഷൻ തിയറം അനുസരിച്ച് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ദ ഇൻഡിപെൻഡന്റ് റാൻഡം വേരിയബിൾസ് y1 ആൻഡ് y2 ഹാവ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് p ഈക്വൽ ടു ഹാഫ് ആൻഡ് ദ സെയിം വേരിയൻസ്, then y1 plus y2 has a gamma distribution with p equal to 1. അതായത് y1 y2 എന്ന് പറയുന്ന ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ്, അതിൻ്റെ ഗാമ ഡിസ്ട്രിബ്യൂഷൻ p ഈക്വൽ ടു ഹാഫ് എന്ന് പറയുമ്പോഴുള്ള ഗാമ ഡിസ്ട്രിബ്യൂഷൻ സെയിം ആണ്. ഗാമ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ വേരിയൻസ് ആയിട്ടുള്ള സിഗ്മയും സെയിം ആണെന്നുണ്ടെങ്കിൽ, ഇതേ വേരിയബിൾസിൻ്റെ സം എടുക്കുകയാണ് എങ്കിൽ അവിടെ p എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് p ഈക്വൽ ടു 1 ആയിരിക്കും. ഇപ്പം എന്ന് നമ്മൾ പറഞ്ഞത് y1 y2 എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്തു. അത് p ഈക്വൽ ടു ഹാഫ് എന്ന് പറയുന്ന കേസിൽ, അതേപോലെ സെയിം വേരിയൻസ് ഉള്ള കേസിൽ ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ, സെയിം ആയിട്ടുള്ള അതിന് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ y1 പ്ലസ് y2 എന്ന് പറയുന്നത്, ആ കേസിലുള്ള ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് p ഈക്വൽ ടു 1 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിൽ ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ y1 പ്ലസ് y2 എന്ന് പറയുന്ന കേസിൽ അതിനുണ്ടാകും എന്നാണ്. അങ്ങനെയുള്ള രണ്ട് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, റാൻഡം വേരിയബിൾസ് ആയിട്ടുള്ള y1ഉം y2ൻ്റെയും നമ്മൾ പ്രോഡക്റ്റ് ഓഫ് ഡെൻസിറ്റി കാണുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു. 1 - 2it σ² the whole raised to -1 എന്ന് കിട്ടുന്നു. ഇനി നമ്മളൊരു റാൻഡം വേരിയബിൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തില്ലായിരുന്നോ, chi² y = chi² എന്ന് പറയുന്നത്. അത് σj = 1 to small n വരെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇവിടെ ഈ സ്മോൾ n എന്ന് പറയുന്നത് ക്യാപിറ്റൽ N - r ആണ്. അതായത് സ്മോൾ n എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. ഇവിടുത്തെ സ്മോൾ എന്ന് പറയുന്ന നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്.
N എന്ന് പറയുന്നത് നമ്മളൊക്കെ അറിയാം, ക്യാപിറ്റൽ N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സ് ആണ്. സ്മോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം. അതുകൊണ്ട് R എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു പാരാമീറ്റേഴ്സ്, ഫിറ്റഡ് പാരാമീറ്റേഴ്സിന്റെ നമ്പർ ആണ്. അപ്പം ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഡേറ്റ പോയിന്റ്സും സ്മോൾ r എന്ന് പറയുന്നത് ഫിറ്റഡ് പാരാമീറ്റേഴ്സിന്റെ നമ്പറുമാണ്. അങ്ങനെ നമുക്ക് ഈ സ്മോൾ n അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കണ്ടുപിടിക്കാം. സ്മോൾ n അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം n കണ്ടുപിടിക്കാം. അതനുസരിച്ച് നമുക്ക് പല ഡിഗ്രി ഓഫ് ഫ്രീഡംസിലുള്ള കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നമുക്ക് y1 ഈക്വൽ ടു chi1 സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ 1 ഡിഗ്രി ഓഫ് ഫ്രീഡംസിൽ ഇങ്ങനെ അല്ലായിരുന്നോ? 2 ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ കേസിൽ നമ്മൾ chi1 സ്ക്വയർ പ്ലസ് chi2 സ്ക്വയർ അങ്ങനെ കണ്ടുപിടിച്ച് പോവുക ചെയ്യുന്നത്. അങ്ങനെ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് കൂടുന്നതനുസരിച്ച് അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ സിഗ്മ വെച്ച് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡംസ് അനുസരിച്ച് നമ്മുടെ ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ ഇങ്ങനെ കൂടി വരുന്നു. അങ്ങനെ നമുക്ക് അഡീഷൻ തിയറി അനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റി എങ്ങനെ വരുമെന്ന് നോക്കിയേ. g ഓഫ് y ഈക്വൽ ടു y റേസ് ടു n/2 മൈനസ് 1 ബൈ 2 റേസ് ടു n/2 സിഗ്മ n ഗാമ ഓഫ് n/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് y ബൈ 2 സിഗ്മ സ്ക്വയർ. ഇത് വരുന്ന എപ്പോഴാണ്? y ഗ്രേറ്റർ ദാൻ 0 ആകുന്ന കണ്ടീഷനിലാണ് ഇങ്ങനെ നമുക്ക് അഡീഷൻ തിയറി അനുസരിച്ച് പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഫോർമുല വരുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ g ഓഫ് y ഈക്വൽ ടു y റേസ് ടു n/2 മൈനസ് 1 ബൈ 2 റേസ് ടു n/2 സിഗ്മ n ഗാമ ഓഫ് n/2 ഇൻറ്റു ഇ റേസ് ടു മൈനസ് y ബൈ 2 സിഗ്മ സ്ക്വയർ. അത് നോക്കി അടുത്ത സെക്ഷൻ നോക്കി. ദാറ്റ് ഈസ് y ലെസ് ദാൻ 0 ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള കേസിലെ ഇക്വേഷൻ നമ്മൾ എഴുതിയത്. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്പർ ഓഫ് n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ കേസിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഗ്രേറ്റർ ദാൻ 0ന്റെ കേസ് ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ടെങ്കിൽ ലെസ് ദാൻ 0ന്റെ കേസിൽ n ഡിഗ്രി ഓഫ് ഫ്രീഡംസിലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ കേസിന് നമുക്ക് നോക്കാം. n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ഇങ്ങനെ വരുന്നു. e raised to it y equal to 1 minus 2it sigma square the whole raised to minus n/2. n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയാ? n സിഗ്മ സ്ക്വയർ എന്നാണ്. വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സിഗ്മ സ്ക്വയർ ഈസ് ഇക്വൽ ടു 2n സിഗ്മ റേസ് ടു 4. അപ്പോൾ n ഡിഗ്രി ഓഫ് ഫ്രീഡംസ് വരുമ്പോൾ ഉള്ള ക്യാരക്ടറിസ്റ്റിക് ഫംഗ്ഷൻ ആണിത്. അങ്ങനെയുള്ള n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയും വേരിയൻസ് നമുക്ക് ഇങ്ങനെയും കിട്ടുന്നു. ഇനി നമുക്ക് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ നമുക്കൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ വരുന്നു എന്നുള്ളത് എന്തുവാന്നുള്ള നമുക്കിനി അടുത്ത സെക്ഷനിൽ പറയാം. സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു ഗ്രാഫാണിത്. നോക്കിയേ, ഇവിടെ n എന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. n എന്ന് പറയുന്നത് 1 ആകുമ്പോൾ, ഡിഗ്രി ഓഫ് ഫ്രീഡം 1 ആകുമ്പോൾ ഉള്ള ഗ്രാഫ് ദാണ്ട് ഇങ്ങനെ പോകുന്നു. കുറേ കഴിഞ്ഞ് ഡിഗ്രി ഓഫ് ഫ്രീഡം 6 ആവുകയാണെങ്കിൽ ഗ്രാഫ് ദാണ്ട് ഇങ്ങനെ പോകുന്നു. ഇതിൽ നിന്ന് എന്തുവാണ് മനസ്സിലാവുന്നത്? ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്ന അനുസരിച്ച് നമ്മുടെ ഗ്രാഫ് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് ഒരു പീക്ക് പോയിന്റ് ഉണ്ടാവുന്നു, പിന്നെ അത് കുറഞ്ഞു വരുന്നു അല്ലേ? അപ്പോൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അങ്ങനെയാണ്. ഓരോ ഡിഗ്രി ഓഫ് ഫ്രീഡം കൂടുന്ന അനുസരിച്ച് നമ്മുടെ വാല്യൂസ് എല്ലാം ചേർന്നിട്ടുള്ള ഗ്രാഫ് ഇങ്ങനെ ഒറിജിനിൽ നിന്ന് തുടങ്ങി ഒരു പീക്ക് പോയിന്റ് എത്തി പിന്നെ അത് കുറഞ്ഞു വരുവാണ് ചെയ്യുന്നത്. ഇനി ഒരു n ഡിഗ്രി ഓഫ് ഫ്രീഡംസിന്റെ ഒരു ടേബിൾ താഴെ തന്നിട്ടുണ്ട്. അങ്ങനെ ആ ടേബിളിന്റെ താഴെയായിട്ട് നമ്മൾ n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ ഒരു ഡെൻസിറ്റി, പ്രോബബിലിറ്റി ഡെൻസിറ്റിയുടെ ഇക്വേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ TJയും YJയും ഡെൽറ്റ പ്ലസ് ഓർ മൈനസ് ഡെൽറ്റ YJയും നമുക്ക് തന്നിട്ടുണ്ട്. 3 കേസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ ലീസ്റ്റ് സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച് നമ്മൾ എ എന്ന് പറയുന്ന ഒരു സ്ലോപ്പ് പാരാമീറ്റർ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ പഠിച്ചായിരുന്നു. എ ഈക്വൽ ടു സിഗ്മ ജെ ടി ജെ വൈ ജെ ബൈ സിഗ്മ ജെ ടി ജെ സ്ക്വയർ. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം? ഇത്
ഈക്വൽ ടു ഇവിടെ ഇതാണ് ടി ജെ, ഇത് വൈ ജെ, ഇത് ഡെൽറ്റ വൈ ജെ ആണ്. ഇവിടെ ടി ജെയും വൈ ജെയും കൂടെ ആണ് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് 1 ഇൻറ്റു 0.8 പ്ലസ് രണ്ടാമത്തെ കേസിൽ 2 ഇൻറ്റു 1.5 പ്ലസ് അടുത്ത 3 ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ ടി ജെയുടെ സ്ക്വയർ. അതെങ്ങനെ വരും? 1 പ്ലസ് 4 പ്ലസ് 9 എന്ന് വരും. അതായത് നമുക്ക് ആൻസർ 0.91 എന്ന് കിട്ടും. ഇനി നമ്മൾ കൈ സ്ക്വയറിൻ്റെത് ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അടുത്ത് നമ്മൾ അതനുസരിച്ച് മിനിമൈസ് ചെയ്യാൻ പോകും. നമ്മുടെ എറേഴ്സ് അല്ലെങ്കിൽ സം ഓഫ് ഡീവിയേഷൻ മിനിമൈസ് ചെയ്യുവാണ്. ദാറ്റ് ഈസ് കൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു സിഗ്മ ജെ വൈ ജെ മൈനസ് എ ടി ജെ ദ ഹോൾ സ്ക്വയർ ബൈ ഡെൽറ്റ വൈ ജെ. ഇതിനെ നമ്മൾ ഈ ഒരു പാരാമീറ്റർ സ്ലോപ്പ് പാരാമീറ്റർ എ വെച്ചൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുന്നു. ഡിഫറൻഷിയേറ്റ് എടുക്കുമ്പോൾ 2 ഇൻറ്റു സിഗ്മ ജെ ടി ജെ വൈ ജെ മൈനസ് എ ടി ജെ ബൈ ഡെൽറ്റ വൈ ജെ സ്ക്വയറിന് കിട്ടുന്നു. നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ പിന്നെ നമ്മൾ സ്ലോപ്പ് പാരാമീറ്റർ എ കണ്ടുപിടിക്കുമായിരുന്നല്ലോ. അതുകൂട്ട് നമ്മൾ ഇതിനകത്തും എ കണ്ടുപിടിച്ചു, സോൾവ് ചെയ്ത് ഇങ്ങനെ കിട്ടി. എന്നിട്ട് നമ്മുടെ ഈ കേസിലെ ടി ജെയും വൈ ജെയും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു കിട്ടുന്ന വാല്യൂ ആണ് എ ഈക്വൽ ടു 0.782. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനിൽ ടി ജെയും വൈ ജെയും ഡെൽറ്റ വൈ ജെയും തന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ക്വസ്റ്റ്യനകത്ത്. അങ്ങനെ നമ്മൾ ആദ്യം എ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ ഫിറ്റിംഗ് അനുസരിച്ച് നമ്മൾ എ കണ്ടുപിടിച്ചു. അത് കഴിഞ്ഞിട്ട് കൈ സ്ക്വയർ നമ്മൾ കണ്ടുപിടിച്ചു. പിന്നെയും അതിനകത്തുനിന്ന് എ കണ്ടുപിടിച്ചിട്ട് 0.784 എന്ന് പറഞ്ഞുകൊണ്ട് കിട്ടി. നമ്മൾ ആദ്യം കണ്ടുപിടിച്ച എക്ക് എന്ത് വരുന്ന വാല്യൂ 0.914 ആയിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ എക്കോ 0.782. അങ്ങനെ 0.782 എന്ന് പറയുന്ന ഒന്നുകൂടെ വാല്യൂ ചുരുങ്ങി കിട്ടിയല്ലോ നമുക്ക്. ഈ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് ഒന്നുകൂടെ ആക്യുറേറ്റ് ആയിട്ട് കിട്ടുന്നു. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇനി നമ്മൾ എന്തുവാണ് ഡെൽറ്റ വൈ അനുസരിച്ച് നമ്മൾ ഇനി വേരിയൻസ് ഒക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. ഇനി നമ്മൾ ഡെൽറ്റ വൈ 2 എടുത്തു, അതായത് 0.05. എന്നിട്ട് അതിനകത്തുനിന്ന് വേരിയൻസ് സിഗ്മ എ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ എന്തുവാണ്? സിഗ്മ ജെ ഡെൽറ്റ വൈ ജെ സ്ക്വയർ ഇൻറ്റു ഡോ എ ബൈ ഡോ വൈ ജെ ദ ഹോൾ സ്ക്വയർ. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ലാസ്റ്റ് 0.023 എന്ന് കിട്ടുന്നു. ഈ കേസിൽ നമ്മൾ ക്യാപിറ്റൽ N 3 ആയിട്ട് എടുക്കുന്നു. R എന്ന് പറയുന്നത് 1. അപ്പൊ നമുക്ക് ഡിഗ്രി ഓഫ് ഫ്രീഡം സ്മോൾ n എങ്ങനെ കിട്ടുന്നു? 3 - 1 = 2 ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് കിട്ടുന്നു. നമ്മൾ പറഞ്ഞു n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. y = n സിഗ്മ സ്ക്വയർ. അതനുസരിച്ച് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ 2 എന്ന് കിട്ടുന്നു മീൻ വാല്യൂ. അതുകൊണ്ട് വേരിയൻസിന്റെ ഇക്വേഷൻ ഇതാണ്. സിഗ്മ സ്ക്വയർ = 2n സിഗ്മ റൈസ് ടു 4. അപ്പൊ നമുക്ക് എന്തോ കിട്ടുന്നു? 4 എന്ന് കിട്ടുന്നു ആൻസർ. ഇനി ഈ കിട്ടിയ ഓരോ വാല്യൂസും നമ്മൾ ആ n ഡിഗ്രി ഓഫ് ഫ്രീഡം ഉള്ളതിന്റെ പ്രോബിലിറ്റി ഡെൻസിറ്റി ഇക്വേഷൻ അകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ, അങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പം n ഡിഗ്രി ഓഫ് ഫ്രീഡത്തിന്റെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ n = 2 എന്നുള്ള കേസിൽ നമ്മുടെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷന്റെ ആൻസർ കിട്ടുന്നു. നമുക്കൊന്ന് ഇട്ട് നോക്കാം. അങ്ങനെ നമുക്ക് ഏകദേശം 0.496 എന്ന വാല്യൂ കിട്ടുന്നു. അതായത് നിയർലി ഈക്വൽ ടു 50% എന്ന് കിട്ടുന്നു. അങ്ങനെ നമുക്ക് പ്രോബിലിറ്റി ഡെൻസിറ്റി ഒക്കെ കിട്ടി. പക്ഷേ ഒരു കോൺഫിഡൻഷ്യൽ ഇന്റർവെൽ, ഒരു പ്രത്യേക ഇന്റർവെൽ കേസിൽ നമ്മളൊരു സാമ്പിൾ എടുത്താൽ തന്നെ അതിൻ്റെ ഒരു പ്രത്യേക ഇന്റർവെല്ലിലെ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ഒരു പുതിയൊരു ടോപ്പിക് അല്ലെ പുതിയൊരു സെക്ഷൻ ഉണ്ട്. അതാണ് സ്റ്റുഡൻറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അതാണ് ഇനി അടുത്ത സെക്ഷനിലുള്ളത്. അപ്പോൾ ഇത്രയാണ് കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ.